അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഫോക്കസ് അക്കാദമിയുടെ അഡ്മിൻസ് ഡോക്ടർ സുലൈമാൻ സാർ, നസറുദ്ദീൻ സാർ, ഫജറുദ്ദീൻ റഹ്മാനി സാർ, ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാദമിയിലെ നെറ്റ് ജെആർഎഫ് പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ഡിസംബർ ജെആർഎഫിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന്റെ തുടക്കത്തിലാണ്. ആ അർത്ഥത്തിൽ എല്ലാവരോടും ഇതൊരു തുടക്കമായി മാത്രം കാണാതെ നമ്മുടെ എക്സാം ഇൻഷാ അല്ലാഹ് ഡിസംബറിൽ ഒന്നുകിൽ ആദ്യത്തിൽ അല്ലെങ്കിൽ ആ മാസം അവസാനിക്കുന്നതിന് മുമ്പായി എന്തായിരുന്നാലും എക്സാം നടക്കും ഇൻഷാ അല്ലാഹ്. ആ സമയത്ത് എക്സാം വരെ, ഇന്നു മുതൽ എക്സാം വരെയുള്ള കൃത്യമായ വ്യവസ്ഥാപിതമായ പഠനമാണ് നമ്മെ ഓരോരുത്തരെയും ജെആർഎഫിലേക്ക് നയിക്കുക. പലരും നെറ്റ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും എങ്ങനെയെങ്കിലും നെറ്റ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നെറ്റെങ്കിലും കിട്ടിയാൽ മതി എന്ന രൂപത്തിലായിരിക്കും ഒരുപക്ഷെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ നമ്മൾ പറയുന്നത്, നിങ്ങൾ നെറ്റല്ല എയിം ചെയ്യേണ്ടത്. നമ്മൾ തീർച്ചയായിട്ടും ജെആർഎഫ് തന്നെ എയിം ചെയ്ത് മുന്നോട്ട് പോകണം ഇൻഷാ അല്ലാഹ്. ആ രൂപത്തിൽ നമ്മൾ ആദ്യം തന്നെ ആ ഒരു മൈൻഡോട് കൂടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ബിതൗഫീഖില്ലാ. അതിന് വേണ്ടത് കൃത്യമായി നമ്മളിപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത അതേ ഒരു ആവേശത്തോടു കൂടി തന്നെ ഇൻഷാ അല്ലാഹ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതുന്നത് വരെ ഈ ഒരു പഠന വീതിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാവരും തിരക്കുള്ളവരാണ്, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചിലർ വിദ്യാർത്ഥികളാണ്, ചിലർ കുടുംബിനികളാണ്. കുടുംബിനികൾ എന്നതോട് കൂടെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പല രൂപത്തിലുള്ള ആളുകളാണ് നമ്മൾ. ഇപ്പം എല്ലാവർക്കും തിരക്കുകളുണ്ട്. ആ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഇപ്പോഴുള്ള എയിം എന്ന് പറയുന്നത് നെറ്റ് ജെആർഎഫ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതനുസരിച്ച് ആ ഒരു എയിമിൽ നിന്ന് പിന്നോട്ട് പോവാതെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടികളൊക്കെ നിർവഹിക്കുന്നതിനിടയിൽ തന്നെ ഒരു ചെറിയ സമയം ഈ പഠനത്തിന് വേണ്ടി കൂടി നമ്മൾ മാറ്റിവെച്ചെങ്കിലായിരിക്കും നമ്മൾ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് മറക്കാതിരിക്കുക. നമുക്കറിയാം, നെറ്റ് പരീക്ഷ എഴുതുന്നവരിൽ ഒരു തവണ നെറ്റ് എഴുതുമ്പോൾ അതിൽ വെറും 6% ആളുകൾക്കാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഇന്ത്യയിൽ ടോട്ടലി അറബിക്കിൽ നെറ്റ് എഴുതുന്നവരിൽ 6% ആളുകൾക്ക് മാത്രമാണ് ആ ഒരു സമയത്ത്, അഥവാ ഡിസംബർ എക്സാമിൽ 6% ആളുകൾക്കായിരിക്കും നെറ്റ് യോഗ്യത നേടാൻ സാധിക്കുക. ജെആർഎഫ് ലഭിക്കുന്നവരുടെ എണ്ണം അതിലും കുറവാണ്. ഏകദേശം 1% അടുത്ത് ആളുകൾക്ക്, അഥവാ ഇപ്പോൾ 1000 ആളുകൾ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ 10 ആളുകൾക്കടുത്ത് മാത്രമാണ് ജെആർഎഫ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക. അപ്പൊ ആ 1000-ൽ ആദ്യത്തെ 10 റാങ്കിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ജെആർഎഫ് ക്വാളിഫൈ ചെയ്യുന്നവരാകുമെന്നർത്ഥം. അപ്പൊ അതിന് ചിലപ്പോൾ ചിലർക്ക് മുമ്പിൽ ആ ഒരു രൂപത്തിൽ 1000-ൽ ആദ്യത്തെ 10-ലെത്തുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ നിലവാരം എന്ന് പറയുന്നത് ഒരു ആവറേജ് ആണ്. ഇപ്പോൾ ചിലരൊക്കെ PGക്ക് ജസ്റ്റ് ഒരു 55% അല്ലെങ്കിൽ നമുക്ക് നെറ്റ് എഴുതാൻ ആവശ്യമായ 50% അത് തന്നെ കഷ്ടിച്ച് നേടിയെടുത്തതാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അതൊന്നും ഇതിൽ ഒരു ഘടകമല്ല. കാരണം അതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 6 വർഷത്തെ പരിചയം ഈ ഒരു രംഗത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും ലോ ലെവലിലുള്ള
ആവറേജ് ലെവലിലുള്ള, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ലെവലിലുള്ള ആളുകളൊക്കെ കഴിഞ്ഞ കാലം നമ്മുടെ ബാച്ചുകളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ വിജയം കൈവരിച്ചവർ ഏറ്റവും ഉയർന്ന തലത്തിൽ പഠന രംഗത്ത് നിന്ന ആളുകൾ എന്ന രൂപത്തിലല്ല നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവർ ഉയർന്നു പോയിട്ടുണ്ട്. എന്നാൽ നല്ല പഠന നിലവാരമുള്ള ആളുകൾ അവർ തന്നെ പരാജയപ്പെട്ട രംഗം നമുക്ക് ഈ നെറ്റ് JRF രംഗത്ത് കാണാൻ സാധിക്കും. എന്നാൽ ലോ ലെവലിൽ അല്ലെങ്കിൽ ആവറേജ് ലെവലിലുള്ള ആളുകൾ അവരുടെ നിരന്തരമായ പരിശ്രമം കാരണം ഈ രൂപത്തിൽ JRF നെറ്റൊക്കെ നേടിയെടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇതിന് കൃത്യമായി സിലബസ് ഉണ്ട്. ആ സിലബസ് പൂർണ്ണമായിട്ട് നമ്മൾ പരമാവധി കവർ ചെയ്യുക, ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പഠനം കാഴ്ചവെച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ഘാടന സെഷനാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഉദ്ഘാടന സെഷൻ നമ്മൾ ഈ രൂപത്തിൽ തന്നെ വെക്കാൻ കാരണം നിങ്ങൾ കൃത്യമായി ഈ ഒരു കോഴ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇനിയുള്ള ദിനങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ കാല ഫോക്കസിന്റെ ഓരോ ബാച്ചുകളിലും പലർക്കും വെളിച്ചമേകിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിൻസ്, അതേപോലെ തന്നെ അധ്യാപകരൊക്കെ ഇനിയുള്ള ദിനങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടാവും. അതോടൊപ്പം പലർക്കും നെറ്റ് JRF നേടാൻ ചെറിയ ചെറിയ ചില സംസാരങ്ങൾ നമ്മുടെ കഴിഞ്ഞ കാല ബാച്ചുകളിൽ സഹായകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അഡ്മിന്മാരിൽ പ്രധാനികളായിട്ടുള്ള ഡോക്ടർ സുലൈമാൻ സാറുടെ, അതേപോലെ തന്നെ നസറുദ്ദീൻ സാറുടെ വാക്കുകൾ പലർക്കും കഴിഞ്ഞ കാല ബാച്ചുകളിൽ വെളിച്ചമേകുകയും അതാണ് അവരെയൊക്കെ JRFയിലേക്ക് നെറ്റിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇതിനു വേണ്ടിയിട്ട് മാത്രം നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഞാൻ ഒറ്റ കാര്യവും കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും മുൻധാരണയോടുകൂടി ഒരുപാട് തവണ നെറ്റ് എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരിശോധിച്ച ആൾ എന്ന നിലയിൽ അതൊന്നും എനിക്ക് പഠിക്കാൻ സാധിക്കില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണയൊക്കെ നമ്മൾ മാറ്റിവെക്കുക. കാരണം നമുക്ക് കഴിഞ്ഞ കാലം നമ്മുടെ ബാച്ചുകളിൽ 30-ലധികം, ഏകദേശം 40-നടുത്തൊക്കെ ഓരോ തവണയും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അൽഹംദുലില്ലാഹ് ഫോക്കസ് ഫാമിലിയിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. മിക്കവാറും ഓരോ ബാച്ചുകളിലും JRFന്റെ എണ്ണവും വ്യത്യസ്ത രൂപത്തിൽ, ചിലപ്പോൾ 4 അല്ലെങ്കിൽ 5, ഒരു തവണ നമുക്ക് ടോട്ടലി 10 JRF നമ്മുടെ ഈ ഒരു ഫോക്കസ് ഫാമിലിയിൽ തന്നെ ഒരു ടേമിൽ നേടിയ സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രമിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഇതേപോലെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ നമ്മോട് കൂടെ തന്നെ സഞ്ചരിക്കണമല്ല, നമ്മുടെ മുമ്പിൽ സഞ്ചരിക്കണമെന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി സംസാരിക്കുന്നത് ഡോക്ടർ സുലൈമാൻ സാറാണ്. അതുപോലെ തന്നെ അറബിക്കിൽ JRFോടുകൂടി ഇപ്പോൾ റിസർച്ച് പൂർത്തിയാക്കി ഓപ്പൺ ഡിഫൻസിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നസറുദ്ദീൻ സാർ. അദ്ദേഹവും നമ്മോട് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെറ്റ് JRF വേദിയിൽ നമുക്ക് എല്ലാവിധ സഹായങ്ങളും നൽകി, അതേപോലെ തന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി നമ്മോട് കൂടെയുള്ള നമ്മുടെ ഫാക്കൽറ്റി മെമ്പർ കൂടിയാണ് ഫജറുദ്ദീൻ സാർ. നമ്മുടെ ഈ ഒരു നെറ്റ് ബാച്ചിന്റെ കോർഡിനേറ്റർ കൂടിയാണ്. അദ്ദേഹത്തെയും പ്രത്യേകമായി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാറ്റിലും ഉപരി നെറ്റ് JRF ഈ ഡിസംബറിൽ തന്നെ കരസ്ഥമാക്കാനായി ഫോക്കസ് ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ മാത്രമായി പങ്കെടുക്കാനായി നമ്മുടെ ഫോക്കസ് മറ്റു ഗ്രൂപ്പുകളിലൊക്കെയുള്ള ആളുകൾ ഒരുപക്ഷെ ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ടാവും. എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സ് ഡിസംബർ ബാച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ സുലൈമാൻ സാറെ വളരെ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അഊദു ബില്ലാഹ് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. ഏറെ ആദരണീയരായ ഫോക്കസിന്റെ അഡ്മിൻസ്, നെറ്റ് JRF ബാച്ചുകളുടെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് നേതൃത്വം നൽകിയിട്ടുള്ള ഖാലിദ് സാർ, പുതിയ കോർഡിനേറ്റിംഗ് ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഫജറുദ്ദീൻ സാർ, അതോടൊപ്പം എൻ്റെ സംസാരത്തിന് ശേഷമൊക്കെ നിങ്ങളുമായി സംസാരിക്കാനിരിക്കുന്ന ഫോക്കസ് അഡ്മിന്മാരിൽ പ്രധാനിയായിട്ടുള്ള പ്രിയങ്കരനായ നസറുദ്ദീൻ സാർ, അതിലേറെ ഈ വരുന്ന ഡിസംബർ നെറ്റ് JRFന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന, അതിനുവേണ്ടി ഇന്നു മുതൽ അഹോരാത്രം പരിശ്രമിച്ച് ആ ലക്ഷ്യത്ത് വളരെ സമാധാനത്തോടു കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഫോക്കസിലെ കുടുംബാംഗങ്ങളെ, ഓക്കെ, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇതിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം അഹമ്മദ് സാഹിബ് എവിടെന്ന, അഹമ്മദ് ഐഡിയിലുള്ള ആൾ എവിടെന്ന സംസാരിക്കുന്നത്? ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ലക്ഷദ്വീപ് നിന്നാണോ നിങ്ങൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇല്ല, നിലവിൽ കേരളത്തിലാണ്. ഓക്കെ, നിലവിൽ കേരളത്തിലാണുള്ളത്. കേരളത്തിന് പുറത്തുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും ഫോക്കസിന്റെ പ്രോഗ്രാമുകൾ കേരളത്തിൽ നിന്ന് ആളുകൾ മാത്രമല്ല ഉണ്ടാവാറുള്ളത്. അവർ കേരളക്കാരായിരിക്കും ഒരു പക്ഷെ അവർ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൽ കേരളത്തിന് പുറത്തുള്ള പലരെയും നമ്മൾ കാണുകയും അതിന് സമയമുണ്ടാക്കി പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ കാണാറുണ്ട്. അതുപോലെ നമ്മൾ പല ഭാഗത്തു നിന്നും പഠിക്കാനെത്തി, പലയിടത്തും പഠിക്കാൻ പോയി പല ഭാഗത്തുള്ള ആളുകളാണ്. നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ഡിസംബർ നെറ്റ് 2026 അവസാനം ഡിസംബർ 31 2027 കടക്കും. 2026 ഏകദേശം സമയത്താണ് പരീക്ഷ നടക്കുക. ഇനി എത്ര മാസം പരീക്ഷക്കുണ്ട്? ഇനി എത്ര മാസം ഉണ്ട്? വിരലുകൾ എണ്ണാതെ ആരെങ്കിലും കണക്കൂട്ടി നോക്കിയോ? അപ്പൊ ഇങ്ങനെ എണ്ണി നോക്കിയിട്ടല്ലാതെ ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിരുന്നോ? ഇല്ല. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇറങ്ങണം. നമ്മുടേതായ പലതും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പലതും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപുകാരനായ അഹമ്മദ് സാറ് കേരളത്തെ, അല്ലെങ്കിൽ കേരളം ചൂസ് ചെയ്തു പഠിക്കാൻ വേണ്ടി. പലരും അതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മളൊക്കെ പലതും, ഇപ്പൊ നസറുദ്ദീൻ സാറും ഖാലിദ് സാറും ഞാനും പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്തതാണ് ഫോക്കസ് അക്കാദമി. നിങ്ങളെപ്പോലെ പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്തതാണ് അറബിക് ലാംഗ്വേജ്. കുറെ ലാംഗ്വേജസ് ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ലാംഗ്വേജസ് ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ സൗകര്യങ്ങളും പലതും ഉണ്ട്. ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള 6 മന്ത് പ്രോഗ്രാമുകൾ ഉണ്ട്. അക്കൗണ്ടന്റ് പോലുള്ള അത്തരത്തിലുള്ള ചെറിയ കൊമേഴ്സ് സംബന്ധമായിട്ടുള്ള ധാരാളം ജോലി സാധ്യതകളുള്ള കോഴ്സുകളുണ്ട്. ITI പോലുള്ള കോഴ്സുകളുണ്ട്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അറബി ലാംഗ്വേജ് ആണ്, നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ആവശ്യമുള്ള പലതും നമ്മൾ ചൂസ് ചെയ്തു. ഇന്നലത്തെ ഡേറ്റും രാത്രികത്തെ കളിയുടെ സമയവും ഒക്കെ നമ്മൾ പലരും ചൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പലതും നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ വരാനിരിക്കുന്ന ഡിസംബർ നെറ്റിന് പൈസ അടച്ചു ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് കിട്ടൂല. നമ്മൾ വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ളത് കൊണ്ട് ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. വർഷങ്ങളോളം പണം അടച്ച് ഇതിൽ നമ്മളെ കൂടെ വരുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവിടെ ഈ ഇരിക്കുന്ന നമ്മളടക്കമുള്ള ആളുകളുടെ മുമ്പുള്ള ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാനാണ്. നമ്മുടെ മുമ്പിൽ ഇനി ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് അതൊക്കെ പുറപ്പെടുവിക്കാറുള്ളത്. നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ ജനുവരിയുടെ മുമ്പായിട്ട് ഡിസംബർ അവസാന വാരത്തിലാണ് നോർമലി പരീക്ഷ നടക്കാറുള്ളത്. നമ്മൾ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഏകദേശം ഡിസംബർ 20 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് 5 മാസം നമ്മുടെ മുമ്പിലുണ്ട്. 5 മാസം എന്ന് പറഞ്ഞാൽ 153 ദിവസങ്ങൾ, 153 ഡേയ്സ്, ഏകദേശം 3675 ഹവേഴ്സ്. അതിൽ നമ്മളൊരു 5-6 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ തന്നെ 750ന്റെയും 900ന്റെയും ഇടയിലുള്ള ഹവേഴ്സ് ആയിരിക്കും നമ്മൾ പഠിക്കുക. നമ്മൾ അത്രയൊന്നും ചിലപ്പോൾ പഠിച്ചോളം ഉണ്ടാവില്ല, ചിലപ്പോൾ അതിനു വേണ്ടി പഠിക്കാനിരിക്കും അതിൽ കൂടുതൽ. അങ്ങനെയുള്ള ഏകദേശം ഒരു 5 മാസത്തോളം നമ്മുടെ മുമ്പിലുള്ള ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ പരീക്ഷനെ കുറിച്ചിട്ട്? നമ്മുടെ ഉദ്ദേശം നെറ്റാണെങ്കിൽ അത് നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്
ആമുഖമായിട്ട് ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇവിടെ നിന്ന് ഇന്നു മുതൽ ഇവിടെ നിന്ന് ഒരുങ്ങുകയാണ്. എന്താ നമ്മൾ ഒരുങ്ങുന്നത്? നമ്മൾ നമ്മുടെ ആ, നമ്മുടെ നമ്മുടെ ലൈഫിന്റെ തന്നെ ഒരു ഒരു ചേഞ്ച് വരുത്തുന്ന, നമ്മളെ തന്നെ നമ്മളാക്കി തീർക്കുന്ന, അല്ലേ? ഞാൻ ചെറിയൊരു സ്ലൈഡ് നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുക. സത്യത്തിൽ നോക്ക് നിങ്ങൾ, നമ്മുടെ ഈ ലൈഫ് തന്നെ ഒരു ഒരു ചോയ്സ് ആണ്. നമ്മളൊരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചൂസ് ചെയ്തതാണ്. നമ്മൾ ഇന്ന് ഈ ഫോക്കസ് അക്കാദമിയെ ചൂസ് ചെയ്തതാണ്. നമ്മൾ ഇന്ന് ഈ അറബി ലാംഗ്വേജിലെ നെറ്റിനെ നമ്മൾ ഇന്ന് ചൂസ് ചെയ്യാണ്. അപ്പൊ ആ ചൂസ് ചെയ്യാനുള്ള പാത, വഴി എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരുപോലെ ആവൂല. അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോ മഴ ഉണ്ടായിരുന്നു, നാളെ മഴ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു വേനൽ കടന്നു വരാനുണ്ട്, ഒരു മഞ്ഞുകാലം, ഡിസംബർ പരീക്ഷയുടെ സമയത്ത് നല്ല തണുപ്പ് കടന്നു വരാനുണ്ട്, വരൾച്ചയുടെ ഒരു സാഹചര്യം നമുക്കുണ്ടാവും. ചിലപ്പോൾ ഇന്നത്തെ ഈ മഴയിൽ നിന്ന് ശക്തമായ മഴ പെയ്തിട്ട് റെഡ് അലർട്ടിലേക്ക് മാറി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഒക്കെ ചേഞ്ചസ് വരും. അപ്പോ നമ്മൾ സത്യത്തിൽ നോക്കുങ്ങള്, നമ്മൾ ചൂസ് ചെയ്തതാണ്. ഏ ജീൻ പോൾ പറയുന്നുണ്ട്, വി ആർ അവർ ചോയ്സസ്, വി ആർ അവർ ചോയ്സസ്. നമ്മൾ എന്ന് പറയുന്നത് നമ്മളെ ചൂസ് ചെയ്തതാണ്. നമ്മുടെ നമ്മൾ തെരഞ്ഞെടുത്തതാണ് നമ്മുടെ ജീവിതത്തിലെ പലതും. നമ്മളെന്ന് പറയുന്നത്, ഇന്നലകൾ എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പുകളാണ്. അതായത് ബർത്ത്ഡേക്കും ഡെത്തിനും ഇടയിലുള്ള സി, ബിക്കും ഡിക്കും ഇടയിലുള്ള സി. ഞാൻ ജനിച്ചു, ഞാൻ ഇനി ഡെത്ത് ആവുന്നതിന്റെ ഇടയിൽ വരുന്ന എ ബി സി ഡി, അതിന് വരുന്ന സി എന്ന ലെറ്റർ ചോയ്സ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫ് നമ്മളാണ് തിരഞ്ഞെടുക്കുക, നമ്മളാണ് അത് വെച്ച് മുന്നോട്ട് പോവുക. സത്യത്തിൽ നമ്മുടെ വലിയ കഴിവുകളൊന്നുമല്ല. JRF കിട്ടിയിട്ടുള്ള ആളുകൾ അത്ര വലിയ കഴിവുള്ളവരൊന്നുമല്ല, അത്ര വലിയ പെർഫെക്റ്റ് ഒന്നല്ല ലാംഗ്വേജില്. പിന്നെന്താണ്? അവർ തെരഞ്ഞെടുത്തതാണ്. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പുകളാണ് നമ്മളെ നിർവചിക്കുന്നത്. അപ്പൊ നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റെയറിങ് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ഇതിന്റെ മുമ്പേ നമ്മുടെ ലൈഫ് ഇങ്ങനെ എടുത്തു നോക്കിയാൽ, കുറച്ച് മുമ്പൊന്നും നമ്മുടെ കയ്യിലായിരുന്നില്ല. നമ്മുടെ ഉപ്പാന്റെ കയ്യിലായിരുന്നു, നമ്മുടെ ഉമ്മാന്റെ കയ്യിലായിരുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ നോക്കിയിരുന്ന നമ്മുടെ ഫാമിലി, അവരുടെ കയ്യിലായിരുന്നു. നമ്മൾ വളർന്ന സിറ്റുവേഷൻ ആയിരുന്നു, നമ്മളെ വളർത്തിയ ടീച്ചേഴ്സിന്റെ കയ്യിലൊക്കെ ആയിരുന്നു നമ്മുടെ സ്റ്റെയറിങ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവന്നു. പലതും നമ്മൾ പഠിച്ചു പോയതൊന്നും നമ്മൾ പഠിക്കാതെ വന്നത് എന്തുകൊണ്ടാ? സ്റ്റെയറിങ് നമ്മുടെ കയ്യിലല്ല, അത് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറെ കയ്യിലായിരുന്നു, മാത്സിന്റെ ടീച്ചറെ കയ്യിലായിരുന്നു. അതുകൊണ്ട് അവര് പലതും പഠിപ്പിച്ചു, നമ്മൾ പലതും പഠിക്കാതെ പോയി. ഓക്കെ, ഡിഗ്രി വരെ നമ്മൾ അങ്ങനെ ചെയ്തവരാണ്, പലതും പഠിപ്പിച്ചു. നമ്മളതൊന്നും ബലാഗ കുട്ടികൾ പറയാറുണ്ട്, ഖാലിദ് സാറെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് ഇത് പഠിക്കുന്നത്. കാരണം എന്താ? പഠിക്കാത്തത് കൊണ്ടല്ല, ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ സ്റ്റെയറിങ് ആ സമയത്തും നമ്മുടെ കൈകളിലായിരുന്നു. ഇപ്പൊ നമ്മുടെ കൈകളിലാണ്. ഈ നെറ്റ് എഴുതാൻ വരുന്ന നമ്മുടെ കൈകളിലാണ് ഇത്. അപ്പൊ നമ്മൾ നോക്കുങ്ങൾ, ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനിങ്ങനെ എന്റെ അടുക്കളപ്പണിന്റെ ഇടയിൽ കാണണമെന്ന് ചൂസ് ചെയ്തത് ഞാനാണ്. അടുക്കളപ്പണി അവിടെ നിർത്തിവെച്ച് മാറി നിൽക്കാൻ തീരുമാനിച്ചത് ഞാനാണ്. ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ തീരുമാനിച്ചത് നമ്മളാണ്. ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യാതെ വെക്കാൻ തീരുമാനിച്ചത് നമ്മളാണ്. അപ്പൊ നമുക്കത് മറിച്ചു നോക്കാം, നോട്ട് ചെയ്യാം, നോട്ട് ചെയ്യാതെ പോവാം, വേണ്ടതിന് ലെഫ്റ്റ് ആവാം, ആരൊന്നും പറയില്ല, എന്തിനിപ്പോ ഇതൊക്കെ എന്ന രൂപത്തിൽ ലെഫ്റ്റ് ആവാം. ഒക്കെ തീരുമാനിക്കുന്ന നമ്മളാണ്. നമ്മുടെ കയ്യിലാണ് സ്റ്റെയറിംഗ് ഉള്ളത്. ഈ സ്റ്റെയറിംഗ് പിടിച്ചിരിക്കുന്ന ഞാനിങ്ങനെ ആലോചിക്കുക, സമൂഹം ഇപ്പൊ എന്ത് ചിന്തിക്കും എന്നെ കുറിച്ച്, എന്റെ വീട്ടുകാരെന്നെ കുറിച്ച് എന്താ പറയാ, എന്റെ പഴയ സുഹൃത്തുക്കൾ എന്താ പറയാ, ഞാനിപ്പോ ഇതുവരെ എന്റെ ബന്ധുക്കൾ എന്താ പറയാ, ഞാനിപ്പോ ഫാമിലിയില് JRF കിട്ടി ഇങ്ങനെ വന്ന് JRFന്റെ ആദരിക്കുന്ന സദസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു. JRF കാരനോട് എന്ത് ചോദ്യം ചോദിക്കാലോ, അവനോട് ചോദിച്ചു, നിങ്ങൾ ഈ JRF കിട്ടാൻ കരഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഈ JRF കിട്ടാൻ കരഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവന് പഠിക്കാൻ വേണ്ടിയല്ല, പഠിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള കരച്ചിലല്ല, വീട്ടിൽ കുടുംബത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെടലും മറ്റുള്ള പരിഹാസവും ഉറക്കൊഴിച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് സങ്കടവും വിഷമവും ആ കാരണം കൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. പലവേള രാത്രിയിലൊക്കെ കരഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ 1000 ആളുകളുടെ കണ്ണുകളിലൂടെ നോക്കി നിൽക്കലല്ല, 1000 ആളുകൾ എന്ത് പറയുന്നുള്ളത് നോക്കി നിൽക്കലല്ല, ആൾക്കാർ എന്ത് പറയുന്ന ചിന്തയല്ല, മറിച്ച് നമ്മൾ ഇന്ന് തന്നെ തുടങ്ങുക, ഇപ്പൊ തന്നെ തുടങ്ങുക. നോക്കുക, ഇപ്പൊ നമ്മളിങ്ങനെ നെറ്റിന്റെ ക്ലാസ്സിന്റെ മോട്ടിവേഷൻ സെഷൻ ആണല്ലോ, തുടങ്ങണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ഇന്നിപ്പോ 9 മണിയായി, ഇന്നിഞ്ഞ് തുടങ്ങേ, നാളേക്ക് വെക്കും. നമ്മൾ നാളെ തുടങ്ങാം. എപ്പോഴും നമ്മൾ നാളേക്ക് മാറ്റി വെക്കുന്നവരല്ല, നമ്മൾ ഇന്ന് തുടങ്ങും. നമ്മുടെ ജീവിതം മാറ്റണമെങ്കിൽ നമ്മൾ ഇന്ന് ചില പണികൾ എടുക്കണം.
നമ്മൾ മാറാനുള്ള തീരുമാനം എടുക്കും. കാരണം സ്റ്റാരിങ് നമ്മളെ കയ്യിലാ. നമ്മൾ നാളെ 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 നീട്ടണോ അല്ല ഇന്ന് തന്നെ തുടങ്ങണോ നമ്മൾ തീരുമാനിക്കുക. അപ്പൊ ഏത് പാത നമ്മൾ ചൂസ് ചെയ്യുക? ഈസി ആയിട്ടുള്ള ചോയ്സ് ആണോ, എളുപ്പത്തിലുള്ള? ഇപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു എളുപ്പത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഒന്നുമില്ല, ജസ്റ്റ് ഒരു സംസാരിക്കാൻ വേണ്ടി അല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് ഇട്ട് കാണിച്ചു തരിക. എന്താണ്? കുറച്ച് പണിയെടുത്തു ഞാൻ പിന്നില്, അതുകൊണ്ട് കിട്ടിയതാണ് ഇങ്ങനെ. അപ്പൊ എന്തത്? ഈസി ചോയ്സ്, എളുപ്പ വഴികൾ എന്റെ മുമ്പിലുണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പല സംഗതികളുണ്ട്, പല വിശ്രമിക്കാനുള്ള അവസരമുണ്ട്. ചിലപ്പോൾ എന്റെ വീഡിയോ ഇങ്ങനെ കിടന്ന് കാലുകൾ കയറ്റി വെച്ച് കിടന്ന് വളരെ ഫ്രീ ആയിട്ട് കിടന്ന് കേൾക്കുന്നതുകൊണ്ട് പ്രശ്നം പറയല്ല കേട്ടോ ഞാൻ. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? ഈസി ചോയ്സസ് സെലക്ട് ചെയ്യും. ആയിരക്കണക്കിന് ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, പല കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്ന, അവർക്ക് ഈസി ചോയ്സസ്. അവർ കുറച്ചേരൊക്കെ പഠിക്കും. അതിനേക്കാളും സുഖം എന്താ? അതിനേക്കാളും സുഖം ഈ സ്ക്രോൾ ചെയ്യലാണ്, അതിനേക്കാളും കിടന്നുറങ്ങലാണ്, അതിനേക്കാളും മറ്റ് പല 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 എൻഗേജ്മെന്റ്സിലാണ്. അല്ല, ഹാർഡ് ചോയ്സസ് എടുക്കാൻ പറ്റണം, കഠിനമായ വഴികൾ സെലക്ട് ചെയ്യാൻ പറ്റണം, കഠിനാധ്വാനം ചെയ്യാൻ പറ്റണം, കുറച്ച് വേദനകൾ സ്വീകരിക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം. നോക്കുക, ഞാനിങ്ങനെ ഈ കളിക്കടയിൽ പഠിച്ചിട്ടുള്ള ഒരു പാടുണ്ട്. നമ്മുടെ പോർച്ചുഗലിന്റെ റൊണാൾഡോ ഉണ്ടല്ലോ, പോർച്ചുഗലിന്റെ റൊണാൾഡോ പറയുന്നുണ്ട്, മാസങ്ങളായി പഞ്ചസാര കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏജ് നമുക്കറിയാലോ. അദ്ദേഹത്തിന് ഇപ്പൊ കുറെ ശാരീരികമായ പ്രശ്നങ്ങൾ, പക്ഷെ കോച്ചിന്റെ ഡയറക്ഷൻ അനുസരിച്ച് കളിക്കളത്തിൽ പോയി അവിടെ ചെന്ന് ഈ 100 മിനിറ്റും 110 മിനിറ്റും ഒക്കെ കളിക്കണമെങ്കിലേ, നിനക്ക് വേണ്ട ആരോഗ്യം കിട്ടണമെങ്കിൽ ഷുഗർ അവോയ്ഡ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം കിട്ടി. മാസങ്ങളായി റൊണാൾഡോ പഞ്ചസാര കഴിച്ചിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, മാസങ്ങളായി. അപ്പൊ ഈ ഒരു ചിന്തയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ, ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, ചുരുക്കുകയാണ്. ഈ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. എന്ത് ചെയ്യും? വിജയിക്കാൻ നമ്മൾ കുറച്ച് വേദന സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. കുറച്ച് ചുരുക്കുകയാണ്, സമയം ലേറ്റ് ആയിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് വേദന സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾക്കത് അങ്ങനെ വേദന സഹിച്ചുകൊണ്ട് അത് ആസ്വദിച്ചെടുക്കാൻ പറ്റണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പണി തുടങ്ങണം. നമ്മുടെ ഡ്രീം അവിടെ സെറ്റ് ചെയ്യണം. ഡ്രീം അകത്താണുള്ളത്, അത് കുറച്ച് പ്രയാസമാണ്, അത് കുറച്ച് എഫേർട്ടാണ്, കുറച്ച് ബിഗ് എഫേർട്ട് ഉള്ളതാണ്. ആ ഒരു ഡ്രീമിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അപ്പൊ സ്വപ്നങ്ങളുള്ള ഒരു മനുഷ്യന് അവന് ആറ്റംബോംബ് പോലെ എന്നാണ്. സ്വപ്നമുള്ള ഒരു മനുഷ്യന് ആറ്റംബോംബ് പോലെയാണ്. അപ്പൊ ആ രൂപത്തിലുള്ള ചില സ്വപ്നങ്ങളൊക്കെയായി വേദനകൾ സഹിച്ച് പ്ലാൻ ചെയ്ത് ഇനിയുള്ള സമയം 153 ഡേയ്സ് കാത്തുവെച്ച് സമയമെടുത്ത് അതിൽ പ്ലാൻ ചെയ്യാൻ പറ്റണം. നമ്മുടെ ചോയ്സ് ആണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. ആ ചോയ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ആ ചോയ്സ് അത് ഒന്നുമില്ല, 2027 പിറക്കുമ്പോ നമ്മൾ JRF കൂടി തിരിച്ചു വരും എന്നുള്ളതാണ് ആ ചോയ്സ്. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. കൂടുതൽ ഡയറക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? മറ്റു സന്ദർഭങ്ങളിൽ നമുക്ക് അത് ആ രൂപത്തിൽ വായിച്ചെടുക്കാം. ഇവിടെ കാര്യങ്ങൾ ആ രൂപത്തിൽ മനസ്സിലാക്കി പോവാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തുണ്ടോ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ വഴിയിലെത്തും. അല്ലാത്ത ആളുകൾ ഇനിയും ഈ വഴിയിലേക്ക് കടന്നു വരും. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ചൂസ് ചെയ്യുക, എന്നിട്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കും വരെ ഓടുക. എല്ലാവർക്കും നിങ്ങളുടെ പിന്നിൽ, നിങ്ങളുടെ കൂടെ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അടുത്തൊരു വർഷം അത് പിറക്കുന്നത് നമ്മുടെ വർഷമാണ്, നമ്മുടെ ഏജാണ്, നമ്മുടെ ഗോൾഡൻ ലൈഫിലെ പ്രധാനപ്പെട്ട സമയമാണ്. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് അഹോരാത്രം പരിശ്രമിക്കാം. ജസാക്കുമുല്ലാഹ് ഖൈർ. ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ ഫോക്കസ് അഡ്മിൻസ്, ഫോക്കസ് ഫാമിലി മെമ്പേഴ്സ്, നമ്മൾ UGC നെറ്റ് അറബിക് ഡിസംബർ ബാച്ചിന്റെ ഇനാഗുറേഷൻ സെഷനിലാണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ന് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ JRF എന്നുള്ള ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഒരുമിച്ച് കൂടിയവരാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ഒരു ക്ലാസിന്റെ തുടക്കമല്ല, ഒരു സ്വപ്നയാത്രയുടെ തുടക്കമാണ്. നമ്മളിൽ പല ലക്ഷ്യങ്ങളുണ്ടാവും, പല ലക്ഷ്യങ്ങളുള്ളവരുണ്ടാവും. ഇതിൽ ചിലർക്ക് ലക്ഷ്യം നെറ്റ് യോഗ്യത നേടാമെന്നായിരിക്കും, മറ്റു ചിലർക്ക്
JRF നേടണമെന്നായിരിക്കും. മറ്റു ചിലർക്ക് ഉടൻ തന്നെ നെറ്റ് കിട്ടി അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം എന്ന ഒരു ലക്ഷ്യത്തിലായിരിക്കും. മറ്റു ചിലർ PhD അഡ്മിഷൻ ലഭിക്കുക. പല ലക്ഷ്യത്തിലുള്ളവരായിരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഉണ്ടാവുക. എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്, UGC നെറ്റ് എന്നുള്ളത് ഒരു ഭാഗ്യ പരീക്ഷയല്ല. ഞാൻ ആദ്യമായി നെറ്റ് എക്സാം എഴുതാൻ വേണ്ടി കുറച്ച് നെറ്റ് എക്സാം ഒക്കെ എഴുതി പരിചയമുള്ള ആളുകളോട് ചോദിക്കണമല്ലോ. വസലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ എന്നാണല്ലോ. ഞാനൊരു പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളോട് ഞാൻ നെറ്റ് എക്സാമിന് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് എളുപ്പത്തിൽ പാസ്സാവുക എന്നൊക്കെ ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നോട് കൂടെ ജോലി ചെയ്യുന്ന ഒരാളോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ മറുപടി, നെറ്റ് എക്സാം ഞാൻ പലതവണ എഴുതി, പലപ്പോഴും 1, 2, 3% മാർക്ക് കുറഞ്ഞ കാരണത്താലാണ് എനിക്ക് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിൽ നിന്നും എനിക്ക് തടസ്സം വരുന്നത്. അതൊക്കെ എന്നോട് പറഞ്ഞ വാക്കാണ്, നെറ്റ് JRF ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് അതൊരു ലക്കിയാണ്. നമ്മൾ എഴുതി നോക്കുക, കിട്ടി പോയാ പോയി എന്നാണ് എന്നോട് ആ ഒരു സുഹൃത്ത് പറഞ്ഞത്. ഞാൻ ആദ്യമായി നെറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ സത്യത്തിൽ ആ ഒരു വാക്ക് വിശ്വസിച്ചു. കാരണം 1, 2, 3 തവണയല്ല, 7 തവണ നെറ്റ് എക്സാം എഴുതി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്നോട് പറഞ്ഞത്. അനുഭവം ഏറ്റവും വലിയ ഗുരുവാണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ വിശ്വസിച്ച് ഞാൻ എക്സാമിന് ആദ്യമായിട്ടുള്ള എൻ്റെ നെറ്റ് എക്സാം 2028 ജൂലൈ എക്സാമിന്, ജൂൺ എക്സാം ആയിരുന്നു, അന്ന് ജൂലൈയിലായിരുന്നു നടന്നത്. 2018 ജൂലൈ എക്സാമിന് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ആ വാക്ക് വിശ്വസിച്ച് ഞാൻ ഒരു വാക്ക് പോലും അല്ലെങ്കിൽ സിലബസ് പോലും നോക്കാതെയായിരുന്നു പോയിരുന്നത്. എക്സാമിന്റെ റിസൾട്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ വന്നു. എനിക്ക് 300 മാർക്കിൽ 108 മാർക്ക് ലഭിച്ചു. കട്ട് ഓഫിനേക്കാൾ കുറച്ച് പിന്നിലായിരുന്നു. ഞാൻ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ കരുതിയത്, എനിക്ക് ഇപ്രാവശ്യം ഭാഗ്യം ഉണ്ടാവില്ല, അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ഭാഗ്യം പരീക്ഷിക്കാം എന്ന് കരുതി. അങ്ങനെ ഞാൻ എൻ്റെ റിസൾട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, ആദ്യമായിട്ട് തന്നെ നെറ്റ് എക്സാം എഴുതുന്ന ആളാണ്, അദ്ദേഹത്തിന് ഞാനൊന്ന് കോൾ ചെയ്ത് നോക്കി. അപ്പൊ അദ്ദേഹത്തിന് അന്ന് ആദ്യ തവണ തന്നെ JRF ആണ് ലഭിച്ചത്. അപ്പൊ ഞാൻ മനസ്സിൽ കരുതി, ഇദ്ദേഹത്തിന് നല്ല ഭാഗ്യം ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇപ്രാവശ്യം നിങ്ങൾക്കാണല്ലേ ഭാഗ്യം, എനിക്ക് അടുത്ത പ്രാവശ്യം ഭാഗ്യം ഉണ്ടാകുമായിരിക്കും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എന്നെ മാറ്റി ചിന്തിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഭാഗ്യം എന്ന് പറയരുത്. കാരണം ഞാൻ മാസങ്ങളായി നെറ്റ് എക്സാമിന്റെ ഓൾഡ് ക്വസ്റ്റ്യൻ പലതും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സിലബസ് നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പല നോട്ടും പ്രിന്റ് എടുത്ത് അതൊക്കെ നോട്ട് ബുക്കിലേക്കൊക്കെ സ്വന്തമായി എഴുതി സിസ്റ്റമാറ്റിക്കായി മാസങ്ങൾ പഠിച്ചതിന്റെ ഫലമാണ് എനിക്ക് ഈ ഒരു JRF എന്നുള്ളൊരു മറുപടി ഞാൻ കേട്ടപ്പോൾ അന്ന് ഞാൻ തുടങ്ങിയതാണ് എൻ്റെ ആ ഒരു യാത്ര, സിലബസ് അടിസ്ഥാനത്തിലുള്ള യാത്ര. സിലബസ് ഞാനും പ്രിന്റ് എടുത്തു, അതിനനുസരിച്ച് പഠനം സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ അൽഹംദുലില്ലാഹ് 2018 ഡിസംബറിൽ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ഒരു സത്യം മനസ്സിലായി, UGC നെറ്റ് അറബിക്കിന് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നെറ്റായിട്ട് JRF ആവട്ടെ അതൊരു ഭാഗ്യ പരീക്ഷയല്ല. ക്രമമായ തയ്യാറെടുപ്പിന്റെയും തുടർച്ചയായ പരിശ്രമത്തിന്റെയും ഒരു ഫലമാണ് നമുക്ക് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും കൂടി സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് ജനറൽ പേപ്പറിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട്
തൊട്ടടുത്ത് 2019 ജൂൺ എക്സാമിന് അതിനുവേണ്ടി ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തു. അൽഹംദുലില്ലാ ജൂൺ എക്സാമിന് എനിക്ക് ബിതൗഫീഖില്ല JRF നേടാൻ സാധിച്ചു. അപ്പോൾ ഞാൻ നീട്ടി പറയുന്നില്ല, എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾ ഫോക്കസ് അക്കാദമി എന്നുള്ള ഈ ഒരു പ്രധാനപ്പെട്ട UGC നെറ്റ് അറബിക്ക് ഒരുപാട് പേർക്ക് നേടാൻ സഹായിച്ച ഓരോ വിജയവും ഓരോരുത്തരുടെ ശ്രമമാണ്. നമുക്ക് ഫോക്കസ് അക്കാദമിക്ക് ഇവിടെ ജോയിൻ ചെയ്ത് ഒരുപാട് നിങ്ങളുടെ വിലപ്പെട്ട പണം അടച്ചുകൊണ്ട് ജോയിൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് JRF വാങ്ങിത്തരാൻ നമുക്ക് സാധിക്കില്ല. മറിച്ച് ഓരോരുത്തരുടെയും ശ്രമഫലമായിട്ട് അതിൽ ഫോക്കസ് അക്കാദമിയുടെ ഒരു സേവനം, നല്ല ഡയറക്ഷൻ അത് നൽകിക്കൊണ്ട് പലർക്കും JRF നെറ്റ് നേടിക്കൊടുക്കാൻ സാധിച്ച ഈ ഫോക്കസ് അക്കാദമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾ വിജയത്തിലെത്തുകയില്ല. മറിച്ച് ഇവിടെയുള്ള ഓരോ ദിവസത്തെ ക്ലാസ്സും ശ്രദ്ധിക്കുക, അത് ആവർത്തിച്ച് പഠിക്കുക, മോക്ക് ടെസ്റ്റുകൾ, മുൻവർഷ ചോദ്യങ്ങളുടെ പരിശീലനം, ഇവകളൊക്കെ നന്നായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വിജയിക്കാൻ വെറും ആഗ്രഹം മാത്രം പോരാ, നമുക്കറിയാം. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. പക്ഷേ നമ്മൾ വിജയിക്കാൻ തയ്യാറാവണം. അതിന് എല്ലാവരും റെഡി ആയിക്കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങളിപ്പോ പഠിക്കാൻ തുടങ്ങുമ്പോൾ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. പലരുടെയും ചിന്ത ആ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് തുടങ്ങാമെന്നായിരിക്കും. പക്ഷേ യഥാർത്ഥ വിജയികൾ ഇപ്പോഴേ പഠനം തുടങ്ങി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠനം സിസ്റ്റമാറ്റിക് ആയി കൊണ്ടുപോകുന്നവരാണ്. അത് റിവിഷൻ, ആ നോട്ടിഫിക്കേഷൻ സമയത്ത് റിവിഷൻ നടത്തുന്നവരാണ് യഥാർത്ഥത്തിൽ JRF എന്നുള്ള ലക്ഷ്യത്തിൽ എത്തുന്നതായി നമ്മൾ കാണാറുള്ളത്. ചുറ്റുമുള്ളവരൊക്കെ പഠിക്കുന്നുണ്ടോ, അവരൊക്കെ തുടങ്ങിയിട്ട് പഠിക്കാം എന്ന് കരുതിയിരുന്നാൽ നമുക്കൊരു പക്ഷേ നെറ്റ് റിസൾട്ട് വരുമ്പോൾ കുറച്ച് ശതമാനത്തിന്റെ കുറവേ ഉണ്ടാവുള്ളൂ. ആ ഒരു കുറച്ച് ശതമാനം അതും കൂടി കിട്ടണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക തന്നെ വേണം. അതുകൊണ്ട് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്, ഇന്ന് മുതൽ നാളെ മുതലാക്കരുത്. യഥാർത്ഥത്തിൽ നമ്മൾ തുടങ്ങേണ്ടത് ഇന്നലെ മുതലായിരുന്നു, അല്ലെങ്കിൽ 2 വർഷം മുൻപേ മുതലായിരുന്നു, കഴിഞ്ഞ മാസം മുതലായിരുന്നു. അന്ന് നമ്മൾ തുടങ്ങാത്തത് കൊണ്ട് ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുക. ഇതൊരു ക്ലാസിന്റെ ബാച്ച് മാത്രമല്ല, ഇത് നമ്മളൊരു ഫോക്കസ് ഫാമിലിയാണ്. ഇവിടെ കുറെ സംശയങ്ങൾ ചോദിച്ച് ചർച്ച നടത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഓരോ ദിവസവും ഇന്നലത്തെക്കാൾ മിച്ചപ്പെടുത്തിക്കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇന്നലത്തെക്കാൾ പ്രോഗ്രസ് നമ്മളുടെ ജീവിതത്തിൽ വരുത്തിക്കൊണ്ടായിരിക്കണം നമ്മളുടെ ഇനിയുള്ള ഓരോ ദിവസവും മുന്നോട്ട് പോവേണ്ടത്. ശരിക്ക് ഓരോ കാര്യവും തുടങ്ങുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ ലോകത്തിൽ എന്ത് കാര്യവും തുടങ്ങാം. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്ത് പറയാം, ഇപ്പൊ ഞാൻ എൻ്റെ നാട്ടിൽ, എൻ്റെ വീടിന്റെ അടുത്തൊരു വലിയൊരു ബുർജ് ഖലീഫ തുടങ്ങാൻ പണിയുണ്ടോ? ഇല്ല. എന്തും തുടങ്ങാം. പക്ഷെ അത് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മൾ പരാജയത്തെ ഭയക്കരുത്. മോക്ക് ടെസ്റ്റുകളൊക്കെ തുടക്കം മുതൽ തന്നെ എത്ര മാർക്ക് കുറവാണെങ്കിലും നമ്മൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ അടുത്തതിൽ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം, ഒരു സ്റ്റാർട്ടിങ് നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് മാറ്റിമറിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് തുടങ്ങി അത് ഓരോ ദിവസവും ഓരോ മിനിറ്റ് കൂട്ടുക എന്നല്ലാതെ ഒരു മിനിറ്റ് പോലും കുറയാതെ ഡിസിപ്ലിനോടുകൂടെ, കൺസിസ്റ്റൻസിയോടുകൂടെ, സ്ഥിരമായിട്ട് ആത്മവിശ്വാസത്തോടുകൂടെ പഠിച്ച് ലക്ഷ്യത്തിലെത്താൻ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം നിർത്തുകയാണ്. ശുക്രൻ.
ശുക്ർ ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. ഞാനാകെ 3 മിനിറ്റ് കൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത ജനുവരി മുതൽ നമ്മളൊക്കെയും ജാറഫിൻ്റെ നിലവിലെ തുകയായിട്ടുള്ള എബൌട്ട് 43,000 രൂപ ജാറഫിനും SRFിന് ഏറെക്കുറെ 51 സംതിങ് ഒക്കെ വരുന്നു. അത് പിന്നെ സിറ്റിക്ക് അനുസരിച്ച് കൊണ്ടൊക്കെയാണ്. ഏതായിരുന്നാലും ഒരു 50 എബവ് രൂപ വാങ്ങാനിരിക്കുകയാണ് നമ്മൾ. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള മോട്ടീവുകൾ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തികം എന്നുള്ളത് ഏറ്റവും വലിയൊരു മോട്ടീവായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മയുണ്ടാകണം. അടുത്ത ജനുവരി മുതൽ എനിക്കൊരു 50,000 റുപ്യയുടെ അടുത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും മാസത്തിൽ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പഠനത്തിൻ്റെ ഒരു സ്വഭാവവുമായി ബന്ധപ്പെട്ട് പലർക്കും പല രീതിയായിരിക്കും. ചിലർക്ക് പരന്ന വായന ഉള്ളവരായിരിക്കും. നേരത്തെ ജീവിതത്തിൽ അങ്ങനെ ശീലമുള്ള ആളുകളുണ്ടാകും. എന്നാൽ ജാറഫിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നെറ്റ് എന്ന് പറയുന്നില്ല, കാരണം നമ്മുടെ ലക്ഷ്യം ജാറഫ് മാത്രമാണ്. അതെല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ശ്രമിക്കുന്നവർക്കൊക്കെയും കിട്ടും ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ജാറഫിന് വേണ്ടി നമ്മൾ പഠിക്കാനൊരുങ്ങുന്ന സമയത്ത് പരന്ന വായന കൊണ്ടൊരു പക്ഷേ നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. മാത്രമല്ല പലപ്പോഴും അത് നമ്മുടെ സമയം വെറുതെ കളയും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ബി ഫോക്കസ്ഡ് എന്നാണ്. നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും നമ്മുടെ ലേണിങ്. ഫോക്കസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ സമയം ഒരുപാട് വെറുതെ നഷ്ടമാകും. അപ്പോൾ സിലബസ് കൃത്യമായിട്ടും അറിയാൻ കഴിയണം. ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരിക ഒരു പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. അപ്പം സിലബസൊക്കെ നോക്കണം, എന്നിട്ടൊന്ന് പഠിക്കാൻ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. ഞാൻ അപ്പം തുടങ്ങിക്കഴിഞ്ഞാലും ജാറഫ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അത്രമാത്രം കുശാഗ്രബുദ്ധിയുള്ള തീവ്രബുദ്ധിയുള്ള ആളുകളായിരിക്കണം. പലപ്പോഴും നമ്മളിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പം നമുക്കെന്തായാലും 6 മാസം മിനിമം ജാറഫിന് വേണം. അത് ഏറ്റവും മിനിമമാണ്. നമ്മളിപ്പോഴത്തെ ടൈം എന്നുള്ളത് നമ്മൾ തുടങ്ങുന്ന ഈ സമയം വളരെ കൃത്യമാണ്. കൃത്യമായിട്ടും 6 മാസവും തുടർച്ചയായിട്ട് ഓരോ ദിവസം ഒരു ദിവസം പോലും വിട്ടുപോകാതെ, ചിലപ്പോഴൊക്കെ വിട്ടുപോകും, എന്നാൽ പോലും കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഫോക്കസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം പഠിക്കേണ്ടത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അപ്പോൾ ഓരോ കാലഘട്ടത്തിലെ എല്ലാം പഠിക്കുക എന്നുള്ളത് ആവശ്യമില്ല. ഓരോ കാലഘട്ടത്തിലെയും സിലബസ് പറയുന്ന ആളുകളെയും ഗ്രന്ഥങ്ങളെയും വിഷയങ്ങളെയും മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അതിനപ്പുറം പഠിക്കലൊക്കെ നല്ലതാണ്, പക്ഷെ അതൊക്കെയും എക്സാം കഴിഞ്ഞിട്ടാവാം എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ് ജനറൽ പേപ്പർ. എൻ്റെ അനുഭവമൊക്കെ ഞാൻ പലപ്പോഴും പറയുന്നതാണ്. ഒരൊറ്റ ചോദ്യം മിസ്സായത് കാരണത്താലാണ് ഒരു തവണ എനിക്ക് ജാറഫ് മിസ്സായിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ ഈ ജനറൽ പേപ്പറിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജനറൽ പേപ്പറിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം പലപ്പോഴും ജാറഫിനെ ബാധിക്കും. നെറ്റിനൊരു പക്ഷേ ബാധിക്കണമെന്നില്ല, അതേസമയം ജാറഫിനെ ബാധിക്കും. അപ്പോൾ ജനറൽ പേപ്പർ അതിനും കൃത്യമായ സിലബസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം അതിനും കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നൽകപ്പെടുന്നുണ്ട്, ആക്ടിവിറ്റി ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിലൊക്കെയും സജീവമായി ഇടപെടുകയും സിലബസ് പോർഷൻ തീർക്കുകയും ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പാണ്. അത് നമ്മുടെ അനുഭവങ്ങൾ, ഇത്രയും കാലമായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിലും മറ്റൊക്കെ റിസൾട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ മെസ്സേജുകളും മറ്റൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാറഫ് കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത. അള്ളാഹു എല്ലാവർക്കും
നല്ല ഭാവി പ്രദാനം ചെയ്യട്ടെ. വിജയാശംസകൾ നേരുന്നു. കൃത്യമായ പഠനം നടത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെയും എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഖൈറൻ ജസാ. വളരെ പ്രധാനപ്പെട്ട 3 സംസാരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ പോലെ ഓരോരുത്തരുടെയും സംസാരം നമുക്ക് ലക്ഷ്യം നേടാൻ ഇന്ന് മുതൽ എക്സാം വരെ നമ്മുടെ പഠനം തുടർത്തേണ്ടതുണ്ട് എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ തന്നെ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഒരുപക്ഷെ ചിലരെങ്കിലും ഇതിലിപ്പോ സംസാരം കേൾക്കുന്നവരിൽ നമ്മുടെ ഈ കോച്ചിങ്ങിൽ ഇല്ലാത്ത ജസ്റ്റ് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവും. അവരോടും പറയാനുള്ളത് നമ്മുടെ പഠനത്തിൽ തുടർച്ചയുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ന് കുറച്ച് വായിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഒഴിവുള്ള ദിവസം കുറച്ച് വായിച്ചു, പിന്നെ എടുത്തു വെച്ച് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുക. ആ ഒരു രൂപമാവരുത്. തുടർച്ചയായ നമ്മുടെ ശ്രമമാണ് നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. ഇപ്പോൾ ഇന്നലെ വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞു. 48 ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിൽ അവസാനം കിരീടം നേടിയത് സ്പെയിനാണ്. 48 ടീമുകളും വന്നത് വേൾഡ് കപ്പ് കളിക്കാനാണ്. പക്ഷെ കപ്പ് ഉയർത്തിയത് ഒരു ടീം മാത്രമാണ്. സ്പെയിൻ ഫൈനലില് അർജന്റീനയെ 1-0 പരാജയപ്പെടുത്തി കിരീടം നേടിയത് അറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. സ്പെയിൻ കപ്പ് നേടിയത് ഫൈനൽ ദിവസം മാത്രം നന്നായി കളിച്ചത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. എന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നമ്മളിപ്പോ നെറ്റ് JRF നേടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് പിന്നിൽ ഇനിയുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ പലരും നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും. ആ തുടങ്ങിയ പഠനം ഒന്നുകൂടി തുടർത്തുക. ഇപ്പോൾ തുടങ്ങുന്ന ആളുകൾ അവര് ഒന്നുകൂടെ കാര്യക്ഷമമായ രൂപത്തിൽ എന്ത് ചെയ്യണം? മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോഴാണ് വർഷങ്ങളായി സ്പെയിൻ ആ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ടെന്നോണം കൃത്യമായ രൂപത്തിൽ പദ്ധതിയോടുകൂടി, ടീം വർക്കോടുകൂടി, അതേപോലെ തന്നെ ഓരോ മത്സരത്തിനുമുള്ള തയ്യാറെടുപ്പോടുകൂടി മുന്നോട്ട് പോയത് കൊണ്ടാണ് ആ ഒരു ഫൈനലിലും അവർക്ക് ശോഭിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ ഇനി മുതൽ കൃത്യമായി പരിശീലനത്തോടെ, അതോടൊപ്പം മോഡൽ ടെസ്റ്റുകൾ ലഭിക്കുന്ന സമയത്ത് അത് കൃത്യമായി അറ്റൻഡ് ചെയ്ത് ഓരോ ഭാഗത്തെയും നമ്മൾ തന്നെ വിലയിരുത്തി വീഴ്ചകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആ ഭാഗങ്ങൾ തിരുത്തി മുന്നോട്ട് പോയി ഏതെങ്കിലും ഒരു ദിവസത്തെ ക്ലാസ്, അത് ലൈവിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്ന സമയത്ത് ആ ദിവസം നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളത് കേട്ട് ആ ഭാഗം കവർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ഒരു ക്ലാസ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് 1 മണിക്കൂർ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഈ ഒരു JRFലേക്കുള്ള നമ്മുടെ വഴി അത് എളുപ്പമാക്കാനുള്ള ഒരവസരമാണ് നമ്മളോട് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരമാവധി ഓരോ സമയവും നമുക്ക് കിട്ടുന്ന ഓരോ സമയവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. അതോടൊപ്പം തന്നെ വ്യത്യസ്ത തിരക്കുകളുള്ള ആളുകൾ എന്ന നിലയിൽ ആ തിരക്കുകൾക്കിടയിൽ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ടേമിൽ എക്സാം എഴുതുന്ന എത്ര ആളുകളുണ്ടോ അതിൽ ഏറ്റവും ടോപ്പ് മാർക്ക് നേടുന്ന, ഇപ്പൊ JRFൽ തന്നെ ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾ, അയാൾക്കും ഉണ്ടാവും അയാളുടേതായ തിരക്കുകൾ. ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും, നമുക്കും തിരക്കുണ്ട്, അതേപോലെ എല്ലാവർക്കും തിരക്കുണ്ട്. ആ തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ സമയം അത് തന്നെയാണ് നമുക്കും ഇതേപോലെ മാറ്റി വെക്കാനുള്ളത് എന്ന് മനസ്സിലാക്കി പരമാവധി പഠിക്കുക എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഈ ഒരു കോഴ്സ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വരും ദിനങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഓരോ ഷെഡ്യൂൾ പ്രകാരം തന്നെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. നാളെ നമ്മുടെ ഈ ഒരു അറബിക്ക് എന്നല്ല ഏത് സബ്ജക്റ്റിലാണ് നെറ്റ് നേടുന്നതെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പേപ്പർ 1 അഥവാ ജനറൽ പേപ്പർ. ആ ജനറൽ പേപ്പറിന് കൃത്യമായി എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്, ആ ഒരു പേപ്പറിനെ എങ്ങനെ സമീപിക്കണം
എന്നതുമായി ബന്ധപ്പെട്ട ഒരു സെഷനാണ് നാളെ രാത്രി ഇതേ സമയത്ത്, എന്ന് വെച്ചാൽ 8:45 സമയത്ത് തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. അതായത് ഇഷ ജമാഅത്ത് നമുക്കറിയാം ഏകദേശം ഒരു 8:31 കൂടി ആരംഭിച്ച് ഏകദേശം ഒരു 8:45 മുമ്പ് കഴിയുന്ന രൂപമായിരിക്കും ഉണ്ടാവുക. പിന്നെ അതും കഴിഞ്ഞ് ഇനിയും നീട്ടി വെച്ചാൽ പലർക്കും അതും പ്രയാസമാവും എന്നുള്ളതുകൊണ്ടാണ് ആ സമയത്ത് വെക്കുന്നത്. കാരണം നമ്മൾ കുടുംബിനികളായ ആളുകളുണ്ട്, വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കാണെങ്കിൽ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ വെക്കുകയാണെങ്കിൽ ആ സമയത്ത് ഫോക്കസിന് മറ്റു പല കോഴ്സുകളും നടക്കുന്നത് കൊണ്ട് ആ സമയത്തൊക്കെ അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു 8:45 എന്ന സമയം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഫാക്കൽറ്റികൾക്കനുസരിച്ച് കൊണ്ട് ചെറിയ ചില വ്യത്യാസങ്ങൾ ചില ദിവസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങളതിന് കോപ്പറേറ്റ് ആവണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഓരോരുത്തരുടെയും എല്ലാവരുടെയും സമയം പരിഗണിക്കുക എന്നുള്ളത് എന്തായിരുന്നാലും പ്രായോഗികമല്ല. അപ്പോൾ പരമാവധി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവാം. ഇനി ആർക്കെങ്കിലും ലൈവ് ഒരു ദിവസം പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആരും പ്രയാസപ്പെടേണ്ടതില്ല. ഏത് ക്ലാസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ റെക്കോർഡഡ് വീഡിയോ ലിങ്ക് കൂടെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തൊട്ടടുത്ത ദിവസം ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതിലും ഓരോ ക്ലാസ്സുകളും അവയുടെ PDF-കളും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലഭിക്കുന്നത് പോലെ തന്നെ അതിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതൊക്കെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. എന്ന് വെച്ചാൽ ലൈവിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ലിങ്ക് കൂടി ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹമാണ്. കാരണം ചിലരെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടത് തന്നെ വീണ്ടും കേൾക്കേണ്ടി വരും അല്ലെ. അതേപോലെ തന്നെ ചിലപ്പോൾ മുമ്പ് കേട്ടത് കുറച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ കേൾക്കണം തോന്നിയാൽ നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം അത് നമുക്ക് വിനയാവുകയും ചെയ്യരുത്. എന്ന് വെച്ചാൽ റെക്കോർഡഡ് കിട്ടുമല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യാം, പിന്നെ കേൾക്കാം എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ നീട്ടിവെച്ചാൽ അവസാനം നമുക്കത് കേൾക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. കാരണം ഒരുപാട് ഏരിയ നമുക്ക് കവർ ചെയ്യാനുള്ളത് കൊണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2ഉം കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം കൂടെ അവസാനം അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ച ശേഷം, ഹാൾ ടിക്കറ്റ് ലഭിച്ച ശേഷം പഠിക്കാന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. നേരത്തെ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പരമാവധി ഓരോ ഭാഗവും കവർ ചെയ്ത് ഒരു റിവിഷന് കൂടി നമുക്ക് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നമ്മൾ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ ഔദ്യോഗികമായി അവസാനിച്ചതായി അറിയിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ചോദിക്കാനുള്ള അവസരവും കൂടിയാണ്. ഇത്രയും സമയം ആക്റ്റീവായി പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായ നന്ദി കൂടെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള ഡോക്ടർ സുലൈമാൻ സാർ, നസ്രുദ്ദീൻ സാർ, ഫജറുദ്ദീൻ സാർ, എല്ലാറ്റിലും ഉപരി വരുന്ന ഡിസംബർ എക്സാമിൽ JRF തന്നെ ക്വാളിഫൈ ചെയ്യണം എന്ന രൂപത്തിൽ നമ്മോടൊപ്പം ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.